പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമതലങ്ങളിൽ നിന്ന് നക്സൽ ബാലിയുടെ ആദ്യത്തെ തീപ്പൊരി വീണ കാലഘട്ടം. അന്ന് അങ്ങനെ ചെറിയ ഓർമ്മകളുണ്ട്. അങ്ങനെയുള്ളൊരു ലോകത്തിൽ, അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ, കേരളത്തിന്റെ തലസ്ഥാനത്തുള്ള സമര കേന്ദ്രത്തിലാണ് യൂണിവേഴ്സിറ്റി കോളേജ്. മഹാരാജാസിന്റെ കാലഘട്ടം പോലെ 70-കൾക്ക് ശേഷം അത്തരത്തിലുള്ള ഒരു കലാലയത്തിൽ ഞാൻ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായി വരികയാണ്. അന്ന് BA ഇംഗ്ലീഷ് ഞാൻ സവർണനാണ്. ജന്മന ഒരു സവർണ മധ്യവർഗ സ്വാതന്ത്ര്യ സമരാനന്തര ഇന്ത്യയുടെ ഗുണഭോക്താവായ അച്ഛൻ്റെ മകനാണ്. അത് തിരിച്ചറിയുന്നുണ്ട്. ഞാൻ എന്നെ സ്വയം തിരിച്ചറിയുന്നുണ്ട്. ഞാൻ 1950-ലാണ് ജനിക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വൽക്കരിക്കപ്പെട്ട വിശ്വംഭരനിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്നു, കൂളിംഗ് ക്ലാസ് നടക്കുന്നു, മഹാരാജേനി എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ളൊരു വിശ്വംഭരനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ ആ സൃഷ്ടിച്ചതിൽ ഒരു പങ്കില്ലാത്തത് കൊണ്ട് എനിക്ക് സത്യത്തിന് പറയാനുള്ള അവകാശമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്വതന്ത്ര സമര സേനാനിയുടെ മകനായിട്ടാണ് വിശ്വംഭരൻ. അച്യുതൻ, അദ്ദേഹത്തെ ഓർമ്മിക്കാതെ വിശ്വംഭരനെ പറ്റി പറയുന്നവരെ എനിക്ക് പുച്ഛമാണ്. അവരേതോ ഒരു വാണിജ്യ അച്യുതൻ എന്ന മാവേലിക്കരയുടെ സ്വതന്ത്ര സമര സേനാനിയുടെ പുത്രനായിട്ടാണ് ഞാൻ വിശ്വംഭരനെ പരിചയപ്പെടുന്നത്. പിന്നീട് കളക്ടറും തമാശ പറയുന്നയാളും മമ്മൂട്ടിയുടെ സുഹൃത്തും വീട്ടല്ല അങ്ങനെ കാണുന്ന ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയമുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന അച്ഛൻ്റെ വഴി. എടപ്പള്ളി കേസിൽപ്പെട്ട ഒരു ഇളയച്ഛൻ, മറ്റേ ഗോപാലകൃഷ്ണ മേനുണ്ട്, തെരഞ്ഞെടുപ്പ് ബൂത്തിന് കാവൽ നിൽക്കുന്ന വേറൊരു ചെറിയച്ഛൻ, നെഹ്റുവിനെ ആരാധിക്കുന്ന ആദ്യ കേരളത്തിലെ കൊച്ചി രാജ്യത്തെ എഞ്ചിനീയർ. ഇത്തരത്തിലുള്ളൊരു ഇടതുപക്ഷ പുരോഗമന സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഞാൻ അവിടെ BA ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നു. ദലിത് സമുദായത്തിൽപ്പെട്ട അത് മറക്കരുത്. അത് പറയുന്നത് കൊണ്ട് ഒരു അപകടവുമില്ല. അത് പറയാതിരിക്കുന്നവരുടെ കളവാണ് ഭയപ്പെടേണ്ടത്. വിശ്വംഭരനെ സ്വാംശീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വരേണ്യ വർഗത്തിന് നാം വിട്ടുകൊടുക്കരുത്. വിശ്വംഭരൻ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ. ആ വിശ്വംഭരൻ അച്യുതന്റെ മകനായ, പോരാളിയുടെ മകനായി വിശ്വംഭരൻ 59-ാമത്തെ ഓൾഡ് ബ്ലോക്കിൽ ബോട്ടണി വിദ്യാർത്ഥി. ആദ്യം സുവോളജിക്ക്, പിന്നെ ബോട്ടണി. മുരളീനെ മറന്നു വിഷയം. ഇത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. 59-ല് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന്റെ പഴയ ബ്ലോക്കിലെ 2-ാം നില. ഞാൻ പുതിയ ബ്ലോക്കിൽ 102-ാമത്തെ മുറിയിൽ. ഞാൻ അച്ഛൻ മരിച്ച് വളരെ പ്രിക്കോഷ്യസ് ആയിട്ട് ഒരു എഞ്ചിനീയർ ആവാത്തതിൽ അമ്മയും കുടുംബവും ദുഃഖിച്ചിരിക്കിട്ട് ലിറ്ററേച്ചർ പഠിക്കാൻ പോവുകയാണ്. എൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാഹിത്യ കൗതുകം കൊണ്ടോ എന്തുകൊണ്ടോ, ആ കാലത്ത് എന്താണെന്ന് അറിയില്ല, അങ്ങനെ അമ്മയെ കരയിച്ചുകൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥി. പിന്നീട് എന്നിട്ട് സൗഭാഗ്യം എനിക്ക് അനുവദിക്കാൻ കഴിയുണ്ടായി. കുമാരപിള്ള, ഇന്ദുചൂടൻ, മറ്റേ ടീച്ചർമാരുടെ വൻ പരമ്പരയും അതിൻ്റെ ഭാഗ്യം. പിന്നീട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലും എനിക്ക് തരാത്ത മാനുഷിക വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്ന കവികളും സാഹിത്യകാരന്മാരും ഗുരുക്കളായി കിട്ടിയ ഒരു കോളേജിലേക്ക് ഞാൻ ചെല്ലുകയാണ്. ഒരു വിധവയുടെ മൂത്ത മകൻ. എൻ്റെ അന്നത്തെ ഇംഗ്ലീഷ് ബാച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിന്റെ ചരിത്രത്തിന്റെ 67 എന്ന് പറയുമ്പോഴേക്കും വിമോചന സമരം കഴിഞ്ഞു, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വന്നു കഴിഞ്ഞു, കുടികിടപ്പ് സമരം എത്തിയിട്ടില്ല, കർഷക പരിഷ്കാരം കഴിഞ്ഞു, വിദ്യാഭ്യാസം കഴിഞ്ഞു, അങ്ങനത്തെ ഒരു സമൂഹമാണ്. അപ്പൊ അപ്പോഴേ ഭരിക്കുന്നത് EMSന്റെ സപ്തകക്ഷി മന്ത്രിസഭ. കറക്റ്റ്. അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പമാണ് പറയുന്നത്. അപ്പൊ നാഴികക്കല്ല് നീണ്ടി നവോത്ഥാന, ഇന്നത്തെ നവോത്ഥാന കേരളത്തിന്റെ ഒരു നാഴികക്കല്ല് നീണ്ട് അവിടെ എത്തി നിൽക്കുകയാണ് 67-ൽ. സപ്തകക്ഷി മുന്നണി. ഗൗരിയമ്മ റവന്യൂ മിനിസ്റ്റർ, EMS, മറ്റേ അല്ല പറയുന്നത് ഞാൻ. അപ്പോഴാണ് അപ്പോഴും ദേശീയവാദിയായ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി വിശ്വംഭരൻ അവിടെ. ഞാൻ വരുന്നത് വേറൊരു ധാരയിൽ നിന്ന്, ഒരു നെഹ്റുവിയൻ ഇടതുപക്ഷ ധാരയിൽ നിന്ന്. ഞാൻ വിശ്വംഭരൻ അച്യുതന്റെ മകനായി വേറെ ഈ 2 ധാര 59, 107. ആ സമൂഹ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ എൻ്റെ BA വിദ്യാർത്ഥികൾ 21 പേരേ ഉള്ളൂ. ഈ പ്രഗത്ഭരായ
അധ്യാപകരെ പഠിപ്പിക്കുന്നത് 21 പേര്. മറ്റ് പല വലിയ എന്താ പറയുക കരിയർ കാര്യങ്ങളെല്ലാം ഇല്ലാതെ വരുന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഈ ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾ. എളുപ്പം പറഞ്ഞു തരാം. എറണാകുളത്ത് കളത്തിൽ വേലായിരുന്നാരുടെ മകൻ, ഇപ്പോഴും അഡ്വക്കേറ്റ്, അതിൻ്റെ പേര് ഞാൻ മറന്നു. ഞാനിവിടെ ചെല്ലുമ്പോൾ ഞാൻ മാത്രം കൊച്ചിക്കാരൻ. അവിടെ തിരുവനന്തപുരത്തെ പ്രമാണി വർഗത്തിൻ്റെ മക്കളാണ് ഇംഗ്ലീഷ് BA പഠിക്കുന്നത്. അല്ല, അന്ന് എനിക്ക് റിസർവേഷൻ്റെ കാര്യം അന്ന് ഞാൻ അത്ര കോൺഷ്യസ് ആയിരുന്നില്ല. കാരണം എനിക്ക് ജാതി തിരിച്ചും നിറം തിരിച്ചും നോക്കാൻ അന്നും ഇന്നും അറിയാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ ചെന്ന് കയറുന്ന ക്ലാസ്സിൽ ഫ്രഞ്ച് അല്ല ലൗഡയിൽ പഠിച്ച് തമ്പി, പേരിൻ്റെ കൂടെ ആ പ്രായത്തിൽ നായനും മേനോനും ചേർക്കുന്ന കുറേ ആളുകൾ, ഇത്തരത്തിലുള്ള ഒരു 21 പേര് എനിക്കറിയാവുന്നുണ്ട്. K. സുരേന്ദ്രൻ എന്നുള്ള സാഹിത്യകാരൻ്റെ മകൾ ലതിക, പാട്ടിൽ കേരള മിസ് കേരളയായിരുന്ന ജ്യോതി, മധുവിൻ്റെ പെങ്ങൾ നടൻ്റെ മകൾ ഗീത. അപ്പോൾ എന്തർത്ഥത്തിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, എൻ്റെ എല്ലാ ശുഷ്കമായ അറിവിൻ്റെയും വെളിച്ചത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ 67-എത്തിയിട്ടും സവർണ സമ്പന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പരിചയം ഞാൻ അന്ന് നിന്ന് ഇങ്ങനെ ഞാൻ ആലോചിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ എനിക്ക് പിന്നീടുള്ള 50-60 വർഷത്തെ അനുഭവവും വായനയുമാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയാനുള്ള സത്യസന്ധത തരുന്നത്. ഈ ക്ലാസ്സിൽ ഹോസ്റ്റലിലും അവരായിരുന്നു. ഞാനിപ്പോൾ രണ്ട് ഇൻസിഡൻസ് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുസ്മരണത്തോട് നീതി ചെയ്യാൻ ശ്രമിക്കാം. എൻ്റെ അനുഭവങ്ങൾ ഈ പശ്ചാത്തലത്തിൽ ഞാൻ അവിടെ ചെന്ന് കയറുന്നു. വിശ്വംഭരൻ ഞാൻ 2 രാഷ്ട്രീയ, അന്ന് KSF ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ KSF-ൽ സ്വാഭാവികമായി KSF-ൽ അംഗത്വം. അന്നത്തെ KSF-ൻ്റെ നേതാവ് ഇപ്പോൾ ഏറ്റവും ആദരണീയനായ വെക്കം വിശ്വം, നമ്മുടെ ഏറ്റവും ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുന്ന 19 വയസ്സായിട്ടുള്ള വെക്കം വിശ്വം എന്ന് പറയുന്ന ഇടതു ജനാധിപത്യ മുന്നണിയിലാണ് എൻ്റെ നേതാവ് വെക്കം വിശ്വം. വിശ്വംഭരൻ്റെ നേതാവ് AK ആന്റണി. AK ആന്റണി ആ തലമുറയിൽപ്പെട്ടവർ. ഞങ്ങളവിടെ ഹോസ്റ്റലിൽ താമസിക്കും. അപ്പോൾ ആ ഹോസ്റ്റലിലെ ഒരു കൃത്യമായ ജാതി വിവേചനത്തിൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പങ്കിടുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടാതെ ഇന്ന് നിലവിലുണ്ടോ. ഞാൻ പുറമേ നിന്ന് മാംസഭക്ഷണം അധികം കഴിക്കാത്ത കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. കഴിക്കാത്ത വീട്ടിൽ മത്സ്യവും മാംസവും ഒക്കെ വയ്ക്കും. പക്ഷെ പുറമേ നിന്ന് മാംസം കഴിക്കുന്നത് അത് വയറിന് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു പ്രത്യേക സ്വഭാവത്തിൽ വളർന്ന ഒരു കുടിലാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ സുഖം നോക്കിയിട്ട് ഞാൻ വെജിറ്റേറിയൻ മെസ്സിൽ ചേർന്നു. ആ വെജിറ്റേറിയൻ മെസ്സിൽ ചേർന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഊട്ടുപെരയിൽ ഒരു അധകൃതനില്ല, ഒരു ദളിത് വിദ്യാർത്ഥിയില്ല, ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു കൂട്ടുകാരനില്ല. എൻ്റെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ ചെന്ന് കയറി ഭക്ഷണം കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോഴും 1-2 നിങ്ങൾക്ക് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും. അല്ലെങ്കിൽ തിരിച്ചറിയാൻ ആഗ്രഹിക്കില്ല. നിങ്ങൾക്ക് സുപരിചിതമായ ഭക്ഷണം, നിങ്ങൾക്ക് സുപരിചിതമായ സൗഹൃദങ്ങൾ, സൗകര്യങ്ങളുടെ ഇടയ്ക്ക് നടക്കുന്ന അനീതി മനസ്സിലാക്കണമെങ്കിൽ സമയവും എടുക്കും, ഭാവുകത്വവും മാറും. ഞാനത് പെട്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് അന്ന് രാഷ്ട്രീയത്തിൽ സൈദ്ധാന്തികമായി ദളിത് പക്ഷം നിൽക്കണമെന്നുള്ള തിരിച്ചറിവിലൊന്നും എനിക്കന്ന് എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ, അപ്പോഴാണ് ഞാൻ അപ്പോൾ എൻ്റെ മുറിയിലും ഉണ്ട് തമ്പിമാരും ഉണ്ണിത്താന്മാരും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു ഗ്രാവിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാവുന്നത് സിറി എന്ന് വിളിപ്പേരുള്ള രാഘവൻ എന്ന് പറയുന്ന കൊട്ടാരക്കര TBയിലെ എൻ്റെ അച്ഛനും വെച്ചു വിളമ്പുന്ന സ്റ്റുവർഡിൻ്റെ മകനാണ്. എൻ്റെ അച്ഛനൊരു എഞ്ചിനീയറായിരുന്നു. PWD ഹോസ്റ്റലിൽ പോകുമായിരുന്നു, താമസിക്കുമായിരുന്നു, എന്നെയും കൂടെ കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഏറ്റവും നിൽക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് എന്താ വേണ്ടതെന്ന് ഉച്ചയ്ക്കെന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്റ്റുവർഡിൻ്റെ മകൻ കൊട്ടാരക്കരയിൽ. വിശ്വംഭരനുണ്ടെങ്കിൽ വിശ്വംഭരൻ കാണാപ്പാടാണ്. എന്നെ വിശ്വംഭരൻ സെറിൽ മരിച്ചപ്പോൾ ആദ്യത്തെ വിളി വിശ്വംഭരൻ.
അപ്പോൾ ആ സിറിലുമാണ് എൻ്റെ ആത്മമിത്രമാവുന്നത്. കറുത്ത കുള്ളനായ മിടുക്കൻ ഫുട്ബോൾ കളിക്കുന്ന ഒരു PWD റെസ്റ്റ് ഹൗസിലെ സ്റ്റുവർഡിൻ്റെ മകനാണ്, എക്കണോമിക്സ് BA പഠിക്കുന്ന മകനാണ് എൻ്റെ ആത്മമിത്രമായി. എന്തുകൊണ്ടും സൗഹൃദത്തിന് അങ്ങനെ രാഷ്ട്രീയമായ തിരിച്ചറിയലുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ കൊണ്ടോ എനിക്കിപ്പോഴും സാധ്യമല്ല. സാധ്യമാകുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്നൊരു നിമിത്തം പോലെ ഞാൻ സിറിൽ രാഘവനുമായിട്ട് സൗഹൃദത്തിലാകുന്നു. ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നു. അത് തന്നെ ഹോസ്റ്റലിൽ ഒരു അത്ഭുതം. ഞാൻ വെളുത്ത് തടിച്ച് ഒരു കുട്ടപ്പൻ ഇതിലേക്കളത് തടിച്ച് മീശ പാതി മീശ വരുന്നു, മറ്റത് കുറുകി പൊക്കം കുറഞ്ഞ് ഒരു കറുത്ത മനുഷ്യൻ. അത് ഇത്ര സവർണ ലോകത്തിന് അസഹ്യമാണെന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഞാനിങ്ങനെ പറയുന്നതിൽ അച്ഛനൊന്നും വിചാരിക്കരുത്. കാരണം എനിക്ക് അച്ഛൻ്റെ ചവറ കൾച്ചറൽ സെൻ്ററിൻ്റെ എന്തൊരു സാംസ്കാരിക മൂല്യങ്ങളുടെയും രാഷ്ട്രീയ മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഈ സംഭവം ചെയ്യുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം വേദി നോക്കി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് കേൾക്കുന്നവരെ നോക്കിയും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു നുണയിൽ ജീവിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇതായിരുന്നു ആ തിരുവനന്തപുരം രാജനഗരിയുടെ അതായത് കവടിയാർ കൊട്ടാരത്തിനും അമ്മ വീടിനും തമ്പി വീടിനും ഒക്കെ അടുത്ത് നടക്കുന്ന മഹത്തായ ദുഃഖം നായകന്മാർ. ഇനി ഒരാരെങ്കിലും കൂടി പറഞ്ഞുതരാം. എൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ NS വാരിയ. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ വാർഡൻ ഊട്ടുവരയിൽ നായന്മാർ, മേനോന്മാർ, ഉണ്ണിത്താന്മാർ, തമ്പിമാർ, പച്ചക്കറി ഊട്ടുവരയിൽ. ആ ക്യാമ്പസ് ജീവിതം 3 വർഷം നീണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മസ്തിഷ്കത്തെയും നിങ്ങളുടെ ഹൃദയത്തെയും മുറിവേൽപ്പിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്യാമ്പസ് ജീവിതം കൊണ്ട് ഒന്നും കിട്ടില്ല. പക്ഷെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവിടെ എവിടെയാണ് വിശ്വംഭരൻ? KSU ദേശീയ പ്രസ്ഥാനം. അങ്ങനെ സമരങ്ങൾക്ക് അന്ന് KSUവിന് കഴിവുള്ള കാലമാണ്. അന്ന് KSUവിൻ്റെ പോരാളികൾ ഒക്കെ ഒരുപാട് പേര് വലിയ പ്രമാണികൾ. വെളുത്തുള്ളി കായൽ സമരം ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ ചരിത്രത്തിൽ. AK ആന്റണിയുടെ അവിടെ കല്ലെറിയുന്നത് SFIക്കാരാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന്. ഞാൻ കല്ലെറിഞ്ഞില്ല, പക്ഷെ അതിന് തടിച്ചു കൂടിയവരിൽ ഞാനും അംഗമായിട്ടാണ്. AK ആന്റണി യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ വരുമ്പോഴാണ് SF-ന്റെ കല്ലേറ് വരുന്നത്. പിന്നീട് കേരളത്തിൻ്റെ വെളുത്തുള്ളി സമരമൊക്കെ ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് വിശ്വംഭരൻ KSU പക്ഷത്ത് ദേശീയവാദികളുടെ, സ്വതന്ത്ര ദേശീയ മതനിരപേക്ഷ ദേശീയവാദികളുടെ, ഇപ്പോൾ ദേശീയവാദി എന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം, വളരെ അപകടം പിടിച്ചതാണ് ദേശീയവാദി. ഒരു മതനിരപേക്ഷ ദേശീയവാദ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള KSUവിന് വിശ്വംഭരൻ. സിറിൽ ഇടതുപക്ഷം, ഞാനും മൃദു ഇടതുപക്ഷമെന്ന് എന്താ പറയാൻ പറ്റുക. ഞാൻ KSF-ന് മെമ്പർഷിപ്പ് എടുക്കുന്നത് വിശ്വൻ്റെ കയ്യിൽ നിന്നാണ്. അത് എടുത്ത് കഴിഞ്ഞിട്ട് ഞാനും അങ്ങനെ എന്തെല്ലാമോ ആലോചനകളിലും എന്തെല്ലാമോ വായനകളിലും എന്തെല്ലാമോ റേഡിയോ പ്രഭാഷണങ്ങളിൽ കൂടിയും എല്ലാം കേട്ട് ഞാൻ പോകുന്നു, സുശീശ്വരം ജീവിക്കുന്നു. പക്ഷേ രാഘവൻ ഞങ്ങളുടെ പൊതു സുഹൃത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, സാധ്യമാണോ ഇന്നത്തെ ക്യാമ്പസിൽ നിന്ന് ആലോചിക്കാം. വിശ്വംഭരനും ഒരു ത്രികോണം പോലെ. എൻ്റെ 102, 59, സിറിലിൻ്റെ രാഘവൻ്റെ 114. ഇവർ ആത്മസുഹൃത്തുക്കൾ. അതുവഴി ഞാനും വിശ്വംഭരനും സുഹൃത്തുക്കളാണ്. അതിന്ന് സാധ്യമാണോ എന്ന് നിങ്ങൾ മനസ്സിൽ തൊട്ട് പറയണം. വെറുതെ ഇങ്ങനെ അറിഞ്ഞൂടാ. എനിക്ക് ഒരു സവർണ പഠിപ്പിസ്റ്റ് ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് കൊച്ചിക്കാരനായ ഇടതുപക്ഷക്കാരൻ ബന്ധം ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുന്നു. നെറ്റ്വർക്ക് ഇന്ന് വേണമെങ്കിൽ അരാഷ്ട്രീയ നെറ്റ്വർക്ക്. അത് സാധ്യമാണോ SFIക്കാരന് KSUവിൻ്റെ കൂടെ നടത്താൻ കഴിയുന്നു എന്നുള്ളത് പോലും എനിക്ക് സംശയാസ്പദമാണ്. ഒരു ഹോസ്റ്റലിൽ പ്രത്യേകിച്ച് അല്ലേ. പക്ഷെ അങ്ങനെ എന്തോ എനിക്കതിനുള്ള സൗഭാഗ്യം 2 വർഷം ഉണ്ടായി. 2 വർഷമേ ഉണ്ടായുള്ളൂ. കാരണം ഞാൻ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അത് വേറൊരു കാര്യം. 2-2.5 കഴിഞ്ഞപ്പോൾ വേറൊരു പ്രത്യേക കലാപശ്രമത്തിൻ്റെ പേരിൽ ഞാൻ പുറത്താക്കപ്പെട്ടു. പക്ഷെ അതുവരെ 2.5 വർഷം വരെ ഈ സൗഹൃദം, ഈ ജനാധിപത്യ മതനിരപേക്ഷ വിമോചനാത്മകമായ സൗഹൃദം ആ ക്യാമ്പസിൽ എനിക്ക് വിശ്വംഭരനായിട്ട് സാധിക്കും.
ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്, വേറെ ഇത് നമ്മൾ എന്തിനാ ഇതൊക്കെ പറയുന്നത്. വിശ്വംഭരൻ പറഞ്ഞാൽ നീ ചിരിക്കും പോടാ, നമുക്ക് ഒരു ഡ്രിങ്ക് അടിക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. നെവർ പോംപസ് അല്ല വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മുട്ടി മേനിഞ്ഞടിച്ച് അങ്ങനെയുള്ള ആളല്ലല്ലോ വിശ്വംഭരൻ ഒരിക്കലും. അങ്ങനെ പറയേണ്ടി വന്നാൽ തന്നെ ഒന്ന് കണ്ണിറുക്കി കാണിക്കുക. ഏതൊക്കെ കളിപ്പീരാണ് ഞാൻ പറയുന്നത്. അറിയാം, ഇതൊരു ഔപചാരികമായ കളക്ടർ പദവിക്കോ മുഖ്യമന്ത്രിയുടെ മുമ്പിലോ ഒക്കെ കാണിക്കുന്ന ഒരു പ്രകടനമാണെന്ന് കണ്ണിറുക്കി കാണിക്കുക. അങ്ങനെ താങ്കളെ കാണുമ്പോൾ പോലും ആ മുഖം എൻ്റെ മനസ്സിൽ വരുന്നു, ആ കണ്ണിറുക്കി കാണിക്കുന്ന വിശ്വംഭരൻ. ഇതാണ് ഒരംശം. ഈ ജാതിയുടെ ഈ സമനിരപ്പ് വെട്ടിനിരപ്പാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ വെജിറ്റേറിയൻ ഊട്ടുപെര വേണ്ട. രാഘവനും വിശ്വംഭരനെയും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്കാർ കോളേജിലെ ഹോസ്റ്റലിൽ 2 കമ്മിറ്റികളാണ് ഈ തീരുമാനിക്കുന്നത് ആരൊക്കെയാണ് വെജിറ്റേറിയൻ കഴിക്കേണ്ടത്. അതിൻ്റെ പല രൂപങ്ങളും ഹിന്ദുത്വ ഇന്ത്യയിൽ പല സ്ഥലത്തും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. IIT-യിൽ അതൊക്കെ അറിയുന്ന കാര്യമാണ്. ഞാനിത് വീണ്ടും ഈ കാലം വലുതായി മാറിയിട്ടില്ല, രണ്ടും മാറിയിട്ടില്ല ഒരേ സമയം. അപ്പൊ ഞാൻ അറിയുമ്പോൾ കളത്തിൽ വേലായിരുന്നാരുടെയും ഉണ്ണിത്താൻ്റെയും ഒക്കെ മക്കൾ ഒരു കമ്മിറ്റി കൂടി നമുക്കിവിടെ പഴംപുളിശ്ശേരി ഇന്ന് നാളെ അവിയൽ, ഞായറാഴ്ച പാലട എന്നൊക്കെയുള്ള മട്ടിൽ ഒരു മെനു. ഇവിടെ റിസർവേഷൻ വന്ന കുട്ടികൾ കൊലയൻ, കൊറയൻ, മുസ്ലിം, അവരുടെ ചിലവ് കൂടി നിങ്ങളുടെ മെസ്സിന്റെ ചാർജിൽ വരുമെന്ന് തിരിച്ചറിഞ്ഞ കൗശലക്കാരായ സവർണവർഗം. പക്ഷെ അവരൊന്നും ഒരിക്കലും പറയേണ്ടി വന്നിട്ടില്ല. പിന്നീട് അവന്റെ ട്രജക്ടറി വേറൊരു വഴിക്കാൻ പോയി, ഇതിന്റെ ട്രജക്ടറി വേറൊരു വഴിക്ക്. പിന്നെ ഇതൊന്നും പരസ്പരം പറയേണ്ട കാര്യമല്ലല്ലോ. എന്ന വേദികളിലല്ലേ ഇതൊക്കെ സംസാരിക്കില്ല. വീട്ടിൽ മേടിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണല്ലോ സംസാരിക്കുക. അല്ലാണ്ട് ജാതിയുടെയും മതരാഷ്ട്രത്തിൻ്റെയും ഒന്നും കാര്യം വീട്ടിൽ സംസാരിക്കാറില്ലല്ലോ നമ്മൾ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, വിശ്വംഭരനും രാഘവനും അടുത്ത മാസം ഞാൻ മറന്നു, അടുത്ത മാസം മുതൽ നോൺ വെജിറ്റേറിയൻ മെസ്സിൽ എൻ്റെ കൂടെ ചേരുകയാണ്. അത് ചെറിയ കലാപമാണ്. അയ്യപ്പൻ്റെ പന്തിഭോജനം എന്നൊക്കെ പിന്നീട് ചരിത്രം പറയുന്ന പോലെ അത്ര സുഖകരമല്ല 67-ലും. അപ്പൊ അവരുടെ മുഖത്തുള്ള അന്ധാളിപ്പും പരിഭ്രമവും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കൈപിടിച്ചിട്ടാണ് വിശ്വംഭരനും സെറിലും ഊട്ടുവരയിൽ കയറുന്നത്. ഊട്ടുവര ഞാൻ പ്രത്യേകം പറയുന്നത് തന്നെയാണ്. ഈ സവർണ ഊട്ടുവരയിൽ നമ്മൾ കയറി, നമ്മളും പൈസ കൊടുക്കും. അപ്പോഴാണ് ആ കമ്മിറ്റിയിൽ നടന്ന ഈ വരേണ്യ വർഗത്തിന്റെ സംസാരം. ഇപ്പോഴും മുസ്ലിങ്ങളെ വിമർശിക്കുന്ന ഹിന്ദു കൂട്ടുകുടുംബങ്ങളുടെ ചർച്ച എനിക്ക് കേൾക്കേണ്ടി വരാറുണ്ട്. മേത്തൻ എന്നല്ലാതെ പറയില്ല. അതുപോലെ ഈ സവർണ ആളുകളുള്ള വെജിറ്റേറിയൻ മെസ്സിന്റെ തീരുമാനം എടുക്കുന്നവരുടെ അന്താളിപ്പ്, തീറ്റ പണ്ടങ്ങൾ വന്നിരിക്കുന്നു. മറക്കരുത്, സർക്കാർ പൈസ കൊടുക്കുന്നത് കൊണ്ട് വേണ്ടതിലും അധികം കഴിക്കുന്ന ദളിതർ വരുന്നു. സൂക്ഷ്മമായി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവും വിഷമം. ഇതാണ് അവരുടെ സാമ്പത്തിക ശാസ്ത്രം. ഈ ഫ്യൂഡൽ ജന്മി സവർണ വർഗത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം അതിനീചവുമായ നിലവാരം കുറഞ്ഞ പൈസ ലാഭിക്കലും കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ വർഗത്തെ പറ്റി എനിക്ക് അന്നും ഇന്നും മതിപ്പില്ല, എൻ്റെ ജന്മവർഗത്തെ പറ്റി. പക്ഷെ അത് നിയമങ്ങൾ അനുസരിച്ചൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താണ് ചെയ്യാൻ കഴിയുക? നിങ്ങൾക്ക് അപമാനിക്കാൻ കഴിയും. ശരി, 15 മിനിറ്റാണല്ലേ? ശരി. അപ്പൊ ഞാൻ രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരില്ല, അതിന് ഇവിടെ തന്നെ അവസാനിക്കും. ഇതിന് ഈ പന്തി ഭോജനത്തിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ നടന്നു, അത് വിജയിപ്പിച്ചു. രണ്ടാമത് ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നതിന് മുമ്പ് രണ്ടാമത് പറയാതെ പോയാൽ ഇതിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമാവില്ല. എങ്ങനെയാണ് ക്യാമ്പസ്? രണ്ടാമത് 1968 ഓഗസ്റ്റ് 15, ഞാൻ മറക്കില്ല. ഞാൻ KSM. അന്ന് മാവോയിസം കേരളത്തിൽ തുടങ്ങിയിട്ടേ കുന്നിക്കൽ നാരായണൻ, അജിത ഫിലിപ്പ് ഒക്കെ അന്ന് നക്സലൈറ്റുകളായി
ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ അതിൻ്റെ ആദ്യത്തെ റിക്രൂട്ടുകൾ, അതായത് തലശ്ശേരി ആക്രമണത്തിന് വേണ്ടി എൻ്റെ കൂട്ടുകാരായ അനിരുദ്ധൻ, വിശ്വൻ, പിന്നെ അതപ്പോൾ വേറൊരു കഥയിലേക്ക് പോകും, വേറൊരു തിരക്കഥയിലേക്ക് പോകും. ആ ഘട്ടത്തിൽ 1969 ഓഗസ്റ്റ് 15 ഹോസ്റ്റലിൽ ഉയർത്തിയിരുന്ന ദേശീയ പതാക മോഷ്ടിക്കപ്പെട്ടു. നിരപരാധികൾ അന്നും ഇന്നും ജയ്ഹിന്ദ് വിളിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരനാണ് ഞങ്ങൾ. KSF-കാരാണ്, ഞാൻ സെറില് ഒക്കെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പിറ്റേ ദിവസം. വിശ്വംഭരൻ ഞങ്ങളുടെ സഹായത്തിന്, കാരണം വിശ്വംഭരൻ അറിയാൻ ഞങ്ങളല്ല അത് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ദേശീയ ബോധം, ഞങ്ങളുടെ സ്വാതന്ത്ര്യ ബോധം, ഞങ്ങളുടെ രാഷ്ട്രീയ ബോധം ഞങ്ങളെ അങ്ങനെ ഒരു ഭീരുവിൻ്റെ പ്രവൃത്തി ചെയ്യിപ്പിക്കില്ല എന്നറിയാം. രാത്രി ഹോസ്റ്റൽ വാർഡൻ കെട്ടിവെച്ചിരിക്കുന്നത് പതുങ്ങിപ്പോയി അതൊരു വിപ്ലവമല്ലെന്നൊരു പ്രതിവിപ്ലവമാണെന്ന് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയം ഞങ്ങൾക്ക് അന്നും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സവർണ ഔദ്യോഗിക വൃത്തം നമ്പൂതിരിയും നിവൃത്തിയില്ല. ഉദ്യോഗസ്ഥന്മാരും വാർഡന്മാരും വിചാരണ കൂടാതെ എന്നെയും ഷെറിനെയും ഹോസ്റ്റലിൽ പുറത്താക്കി. അപ്പോഴും